ഇഡിയുടെ റെയ്ഡ് 23 സ്ഥലങ്ങളിൽ, കേരളത്തിന് പുറത്തുമായി 23 സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇഡി യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വളരെ രഹസ്യമായിട്ട് ഇഡിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തുള്ള അവിടെയും, അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറിന്റെ ആറന്മുളയുള്ള വീട്ടിലും, അതുപോലെ എൻ വാസുവിന്റെ തിരുവനന്തപുരം പേട്ടയിലുള്ള വീട്ടിലും, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻ പങ്കജ് ഭണ്ഡാരി, പിന്നെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ പുളിമാത്തിലുള്ള വീട്ടിലും എല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം തന്നെ വളരെ സുസംഘടിതമായിട്ടുള്ള രീതിയിൽ ഇഡി റെയ്ഡുകൾ നടത്തുകയാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിൽ അവിടെ ആളുകളില്ല, വീട്ടിൽ ആള് താമസമില്ലാത്തതിനാൽ അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇഡി സംഘം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവിടെ വീട് തുറപ്പിച്ച് വീണ്ടും റെയ്ഡ് നടക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. ആദ്യം SIT ഇഡി വരുന്നതിനെ എതിർത്തുകൊണ്ട് രേഖകൾ കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ആദ്യം പെരുമാറിയിരുന്നുവെങ്കിലും കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം രേഖകൾ ഇഡിക്ക് കൈമാറിയിട്ടുണ്ട്. ഇഡി അന്വേഷിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നിരിക്കുന്ന മണി ലോണ്ടറിംഗ് ആണ്. അതായത് കള്ളപ്പണ സംബന്ധമായിട്ട് കണക്കിൽപ്പെടാത്ത പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അന്വേഷണമാണ്. ഇഡിയെ സംബന്ധിച്ചിടത്തോളം നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് നടത്തുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും രേഖകളോ വിലപ്പെട്ട സൂചനകളോ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രതികൾക്ക് അത് വളരെ ദോഷകരമായിട്ട് തന്നെയാണ് ഭവിക്കാൻ പോകുന്നത്. SIT കേസിലെ പ്രതികളെല്ലാം തന്നെ ഇഡിയുടെ കേസിലും പ്രതികളായി വരാം. അതിന് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവാം. എന്നാൽ ഇപ്പോൾ ഈ ഇഡിയുടെ അന്വേഷണം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഏകദേശം നിയമപരമായി ജാമ്യം കിട്ടാനുള്ള കാലാവധി പൂർത്തീകരിക്കുന്ന സമയമാണിപ്പോൾ. ആ കാലാവധിക്കുള്ളിൽ തന്നെ ഇഡിയുടെ കേസിലേക്ക് വീണ്ടും അവരെ കോടതി ഉത്തരവും പ്രകാരം അറസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ജാമ്യത്തിന്റെ കാലാവധി നീണ്ടുപോകും. കാരണം അവർ വീണ്ടും ഒരുപാട് നാളുകൾ കൂടി ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം. കാരണം ECR രജിസ്റ്റർ ചെയ്ത് ഇഡി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ പോലീസിനേക്കാൾ ഉപരി ഒരു മജിസ്റ്റീരിയൽ പവർ കൂടിയുള്ള ഒരു പോലീസ് അന്വേഷണ സംഘമാണ്. അപ്പം അവർക്ക് അവരുടേതായ കോടതിയാണ്. ആ കോടതി പ്രത്യേകമായിട്ട് അങ്ങനെ ലീനിയന്റ് വ്യൂവിൽ ജാമ്യമൊന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്തു തന്നെ ആയിരുന്നാലും ഇത് സംബന്ധിച്ച് ഈ പ്രതികൾ മാത്രമല്ല, പ്രതികളോട് ബന്ധപ്പെട്ട പണമിടപാടുകൾ ഇവരുടെ ഇഡി പരിശോധിക്കുന്നത് പൂർണ്ണമായിട്ടും കിട്ടുന്ന മുൻപിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലല്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉൾപ്പെട്ട പ്രതികൾ അല്ലെങ്കിൽ ഇതിൽ സംശയിക്കുന്ന ആളുകൾ നടത്തിയിട്ടുള്ള പണസംബന്ധമായിട്ടുള്ളത്, സ്വത്ത് സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ നിയമപരമായി സാധൂകരിക്കുന്നതല്ലാത്ത ഏതെങ്കിലുമൊക്കെ പണം ഇടപാടുകൾ, സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അപ്പം രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അവർ ഇത് സംബന്ധമായ അന്വേഷണം ഏകദേശം ഏറ്റെടുത്തിട്ട് ഇതിനു മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. രേഖകൾ അവർ ശേഖരിച്ചിട്ടുണ്ടാവാം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് വരുന്നത്. അപ്പം ഇഡിയുടെ അന്വേഷണത്തിൽ റെയ്ഡ് എന്ന് പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അത് നടപടിയുടെ ഒരു ഭാഗമായിട്ട് നടക്കുന്നതാണ്. അവിടെ നിന്ന് രേഖകളോ തെളിവുകളോ കിട്ടിയില്ലെങ്കിൽ പോലും അന്വേഷണവുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ശക്തമായ ഒരു അന്വേഷണമായിരിക്കും ഇനി പ്രതികൾ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ാണ് ഇത്രയിടങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. ഒപ്പം തന്നെ SIT സംഘത്തിന്റെ ഒരു പരിശോധനയും സന്നിധാനത്ത് ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ നിർണായകം തന്നെയല്ലേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുമ്പോൾ അത് താങ്കൾ പറഞ്ഞതുപോലെ പ്രതികൾക്ക് അത് കൃത്യമായി തന്നെ അത് ബാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ജാമ്യം ലഭിക്കുന്നതിലൊക്കെ അതൊരു തടസ്സമാവുകയും ചെയ്യുന്ന ഉറപ്പാണല്ലോ അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം SITയുടെ അന്വേഷണത്തിലെ ഒരു ഘട്ടം ആകാറായ ഒരു സമയത്താണ് ഇഡിയുടെ രംഗപ്രവേശനം അല്ലെങ്കിൽ ഇഡിയുടെ ശക്തമായ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. അത് അവർക്ക് വളരെ ദോഷകരമായിരിക്കും. അവർക്ക് സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുവാനോ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ കുറച്ചുകൂടി കാലതാമസം വരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ അറസ്റ്റിലായ പ്രതികളല്ലാതെ ആരൊക്കെയായി പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു റെയ്ഡോട് കൂടി വ്യക്തത ഉണ്ടാവും അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് സ്മാർട്ട് ക്രിയേഷനും അതുപോലെ ബെല്ലാരിയിലെ സ്വർണ്ണക്കടയും അവരുമൊക്കെയായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് ഈ പണം എവിടെയെങ്കിലും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പണം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പണമിടപാടുകൾ പോലും നിരീക്ഷണത്തിന് വിധേയമാകും. അപ്പോഴത് ഏത് രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ കാണും പോലെയല്ല ബിനാമിയായ ഇടപാടുകളോ മറ്റെന്തെങ്കിലും ഇടപാടുകളോ നടന്നിട്ടുണ്ട് എങ്കിൽ
അത് സംബന്ധമായിട്ടുള്ള സമഗ്രമായ അന്വേഷണം ഇ ഡി നടത്തും. അതിനുള്ള തെളിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ കേസിലേക്ക് തന്നെ വരികയും ചെയ്യുമെന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.